സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 28 4 തിരുവചനം. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശ വാക്യങ്ങൾ 28 അധ്യായം 4 തിരുവചനത്തിൽ ദൈവവചനത്തെ നാം നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അല്പം ആഴമായി നമുക്ക് ധ്യാനിക്കാം. ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് നാം വായിച്ചു കേട്ട തിരുവചനത്തിൽ ആദ്യം പറയുന്നത് ന്യായപ്രമാണത്തെ അഥവാ ദൈവവചനത്തെ ഉപേക്ഷിക്കുന്നവർ, അത് തിരുവചനം വായിക്കാതെ, തിരുവചനം പഠിക്കാതെ, തിരുവചനം ധ്യാനിക്കാതെ, ഇങ്ങനെയാണ് നാം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ വചനം അഥവാ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്നത്. ഇങ്ങനെ നാം ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുമ്പോൾ ദുഷ്ടനെ അഥവാ പിശാചിനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദുഷ്ടന് എന്ന് പറയുന്നത് സാത്താനെക്കുറിച്ചാണ്. പുതിയ നിയമത്തിൽ പലയിടങ്ങളിലും പിശാചിനെ ദുഷ്ടനെന്ന് പറഞ്ഞിട്ടുണ്ട്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് പറയുന്നത് ആ തിരുവചനങ്ങളിൽ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ നാം ഈ തിരുവചന പ്രകാരം ദൈവവചനത്തെ ഉപേക്ഷിക്കുമ്പോൾ സാത്താനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി പറയുന്നത് ദൈവവചനത്തെ അഥവാ ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു. ദുഷ്ടനോട് അഥവാ പിശാചിനോട് എതിർക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അവിടുത്തെ ശിഷ്യരായി, അവിടുത്തെ മക്കളായി, പ്രിയമക്കളായി, സാക്ഷികളായി ജീവിക്കുവാൻ വിളിച്ച ഓരോരുത്തരും അവശ്യം പിശാചിനെ എതിർക്കേണ്ടതാണ്. എങ്ങനെയാണ് പിശാചിനെ എതിർക്കുന്നത്? ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് പിശാചിനോട് എതിർക്കുവാനായിട്ട് സാധിക്കും. ദൈവവചനവുമായി ബന്ധപ്പെട്ട് സദൃശവാക്യങ്ങൾ 28 അധ്യായം 7 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിപരീത പദമായിട്ട് നാം മനസ്സിലാക്കുന്നത് ദൈവവചനത്തെ പ്രമാണിക്കാത്തവൻ അഥവാ നിരസിക്കുന്നവൻ, തള്ളിക്കളയുന്നവൻ, ഉപേക്ഷിക്കുന്നവൻ, അനുസരിക്കാത്തവൻ ബുദ്ധിഹീനനെന്നാണ്. ദൈവം നമ്മെ ബുദ്ധിമാന്മാരായി, പ്രത്യേകിച്ച് പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിമാന്മാരുമായി ജീവിക്കുവാൻ പഠിപ്പിച്ചു. ഇവിടെ നാം വായിച്ച വചനപ്രകാരം നാം തിരുവചനത്തെ പ്രമാണിക്കുന്നതിലൂടെയാണ് ബുദ്ധിമാന്മാരായിത്തീരുന്നത്. ദൈവവചനം അഥവാ ന്യായപ്രമാണം സംബന്ധിച്ച് ഈ സദൃശവാക്യങ്ങളിൽ 28 അധ്യായം 9 തിരുവചനത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് ധ്യാനിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു എന്നാണ്. അതിനർത്ഥം നാം തിരുവചനം വായിക്കുകയോ കേൾക്കുകയോ പഠിക്കുകയോ ധ്യാനിക്കുകയോ അത് പ്രമാണിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുകയില്ല എന്നാണ്. ആ പ്രാർത്ഥന ദൈവം നിരസിക്കുമെന്നാണ്. അതെ, പ്രാർത്ഥനയും തിരുവചനവും ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. അതെ, അനുദിനം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തിരുവചനപ്രകാരം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അഥവാ വചനം കേൾക്കാം. കേൾക്കുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കാം. അതിൻ പ്രകാരം ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ തിരുവചനങ്ങളാൽ
സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. ഇന്ന് ഇനി നാളെ എന്താകും, എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത്? എങ്ങനെ ഇന്ന് ഇനി നാളെ എന്താകും, എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത്? നിലവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവരുള്ളിൽ ധൈര്യമതേകി. നിലവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവരുള്ളിൽ ധൈര്യമതേകി. വഴി നടത്തി എത്ര അതിശയമായി നന്ദിയുണ്ടെന്നും നാഥാവിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി നന്ദിയുണ്ടെന്നും നാഥാവിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. ചെങ്കടൽ പിന്നിൽ ഫറവോൻ സൈന്യം എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. മുന്നിൽ ചെങ്കടൽ പിന്നിൽ ഫറവോൻ സൈന്യം എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവരുള്ളിൽ ആശകളേകി. വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവരുള്ളിൽ ആശകളേകി. വഴി നടത്തി എത്ര അതിശയമായി നന്ദിയുണ്ടെന്നും നാഥാവിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി നന്ദിയുണ്ടെന്നും നാഥാവിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്ന ഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എന്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യം.